ഇത് കണ്ട് നിങ്ങൾ ഞെട്ടിയിട്ടുണ്ടാകും. നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന തരം ബാറ്ററിയാണ് ഇവിടെ കുത്തിക്കീറാൻ ശ്രമിച്ചത്. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, പവർ ടൂളുകൾ, ഇലക്ട്രിക് കാറുകൾ, മോട്ടോർ സൈക്കിൾ ഇവയിലെല്ലാം ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് ലിഥിയം അയോൺ ബാറ്ററികൾ. പതിറ്റാണ്ടുകളായി ഈ ബാറ്ററി രംഗത്ത് അജയ്യനായി നിൽക്കുന്ന ബാറ്ററിയാണ് ലിഥിയം അയോൺ ബാറ്ററികൾ. എന്നാൽ ഈ സാങ്കേതിക വിദ്യയ്ക്ക് ഒരു ഇരുണ്ട വശം കൂടിയുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ബാംഗ്ലൂരിലെ ഡാൽമിയ സർക്കിളിൽ ഒരു ഇലക്ട്രിക് കാർ തീപിടിച്ചിരുന്നു 2 വർഷം മുമ്പ്. നമ്മുടെ നാട്ടിൽ തന്നെ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് തീപിടിച്ച വാർത്തകളും മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച സംഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം എന്താണ്? ലിഥിയം അയൺ ബാറ്ററികളാണ് വില്ലൻ സ്ഥാനത്ത് നിൽക്കുന്നതെന്നാണ് പലരും കരുതുന്നത്. സത്യത്തിൽ ഈ ലിഥിയം അയൺ ബാറ്ററികൾ വില്ലനാണോ? അല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ലിഥിയം അയൺ ബാറ്ററികൾ സുരക്ഷിതമാണോ എന്ന് വളരെ വിശദമായി ചർച്ച ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ. നമസ്കാരം, എല്ലാവർക്കും റോംബോ സയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏതൊരു സെല്ലിലുള്ളതുപോലെ ഇതിലും 2 ഇലക്ട്രോഡുകൾ, ആനോഡ്, കാഥോഡ് ഇവയുണ്ടായിരിക്കും. ഇവയ്ക്കിടയിലായിട്ട് ഒരു ദ്രാവകവും ഉണ്ടായിരിക്കും. അതിന് ഇലക്ട്രോലൈറ്റ് എന്ന് പറയും. ഈ 2 ഇലക്ട്രോഡുകൾക്കിടയിൽ ദ്രാവകത്തിനകത്തായിട്ട് ഒരു സെപ്പറേറ്റർ എന്ന ഭാഗം കൂടെ ഉണ്ടായിരിക്കും. ഈ സെപ്പറേറ്റർ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ്. പൊതുവേ കാഥോഡ് ലിഥിയം അയൺ ഫോസ്ഫേറ്റ് കൊണ്ടും ആനോഡ് ഗ്രാഫൈറ്റ് കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. പോളിയെത്തിലീൻ കൊണ്ടാണ് സെപ്പറേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. ലിഥിയം ഹെക്സാഫ്ലൂറോ ഫോസ്ഫേറ്റ് പോലുള്ള ചില മിശ്രിതങ്ങളാണ് ഇതിനകത്തെ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ആനോഡും കാഥോഡും തമ്മിൽ സ്പർശിക്കാതിരിക്കാനാണ് പ്രധാനമായും ഈ സെപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അതിന് വേറൊരു ധർമ്മം കൂടെയുണ്ട്. ഈ സെപ്പറേറ്റർ ലിഥിയം അയോണുകളെ ആനോഡിൽ നിന്ന് കാഥോഡിലേക്കും കാഥോഡിൽ നിന്ന് ആനോഡിലേക്കും മൂവ് ചെയ്യാൻ അനുവദിക്കുന്നു. ചാർജ് സമയത്ത് ഒരു ഡയറക്ഷനിലും ഡിസ്ചാർജ് സമയത്ത് മറ്റൊരു ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഈ ലിഥിയം അയോണുകൾ കടന്നു പോകത്തക്ക രീതിയിലുള്ള ചെറു സുഷിരങ്ങൾ ഈ സെപ്പറേറ്ററിനുണ്ടായിരിക്കും. അപ്പോൾ അതുവഴി ഈ ലിഥിയം അയോണുകളുടെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ വളരെ വേഗതയിൽ സഞ്ചരിച്ച് കറണ്ട് വല്ലാതെ കൂടുതൽ നിന്ന് തടയുന്നത് ഈ സെപ്പറേറ്ററാണ്. ഈ ആനോഡും കാഥോഡും തമ്മിലുള്ള അകലം തീരെ കുറവായിരിക്കും. മില്ലിമീറ്റർ തൊട്ട് മൈക്രോൺ വരെ മാത്രമേ ഇവ തമ്മിലുള്ള അകലം കാണൂ. അതുകൊണ്ട് തന്നെ ഇവ സ്പർശിക്കാതെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഈ സെപ്പറേറ്ററിൻ്റെ ധർമ്മമാണ്. ചെറിയൊരു ബാറ്ററി ആണെങ്കിൽ പോലും ഇതിന് വളരെ കൂടുതൽ ഊർജ്ജം സംഭരിച്ചു വയ്ക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും ഈവൻ കാറിലും സ്കൂട്ടറിലും ഒക്കെ ഈ ലിഥിയം അയോൺ ബാറ്ററികൾ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു അപകട സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇതിനുള്ളിൽ ഉപയോഗിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഇലക്ട്രോലൈറ്റ് പെട്ടെന്ന് തീപിടിക്കുന്ന ഒന്നാണ്. എന്തെങ്കിലും കാരണത്താൽ, ഉദാഹരണമായിട്ട് സെപ്പറേറ്ററിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ച് പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും തമ്മിൽ സ്പർശിക്കാനിട വന്നു കഴിഞ്ഞാൽ അത് ഇൻറ്റേർണൽ ഷോർട്ടായി. അങ്ങനെ വരുമ്പോൾ താപം പുറപ്പെടുവിക്കും. ഈ താപം മതി ഇതിനകത്തുള്ള ഇലക്ട്രോലൈറ്റിനെ ചൂട് പിടിപ്പിക്കാൻ. ഇങ്ങനെ ചൂട് പിടിച്ചു കഴിഞ്ഞാൽ ക്രമേണ അത് കത്തുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്യും. ഇതിനെ നമ്മൾ തെർമൽ റണ്ണവേ എന്നാണ് പറയുന്നത്. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ സംഭവിച്ച് ബാറ്ററിക്കുള്ളിൽ ആകമാനം ഈ തീ പടരാൻ കാരണമാകും. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഈ തെർമൽ റണ്ണവേ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒരു കാര്യം നമ്മൾ കണ്ടു, ബാറ്ററിയെ കുത്തിക്കീറാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ബാറ്ററിയെ വളയ്ക്കുക, അതിനെ താഴേക്കിടുക. അതായത് ഡിഫോമിറ്റീസ് എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഈ തെർമൽ റണ്ണവേ സംഭവിക്കും. ബാറ്ററിക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ വൈദ്യുതി നൽകി അതിനെ ചാർജ് ചെയ്യുക, അതായത് ഓവർ ചാർജിങ്. ഇതുമൂലം ബാറ്ററിക്കുള്ളിൽ അമിതമായ ചൂടുണ്ടാവുകയും ഈ ഇലക്ട്രോലൈറ്റ് കത്തുകയും ചെയ്യും. നിങ്ങളുടെ ഉപകരണത്തിൻ്റെ കൂടെ ലഭിച്ച ഒറിജിനൽ ചാർജറോ നിലവാരമുള്ളതും അംഗീകൃതവുമായ ചാർജറുകൾ മാത്രം ഉപയോഗിക്കുക. വില കുറഞ്ഞ നിലവാരമില്ലാത്ത ചാർജറുകളിൽ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തത് അപകടം വരുത്തി വയ്ക്കും. ഈ ബാറ്ററിക്കുള്ളിൽ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റവും മറ്റ് ചിപ്പുകളും ഉണ്ടെങ്കിൽ പോലും ആത്യന്തികമായി ചാർജറാണ് ചാർജിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്. ചൂട് ബാറ്ററിക്ക് ഇഷ്ടമല്ല. അപ്പോൾ സൂര്യപ്രകാശം നേരിട്ട് അടിക്കുന്ന സ്ഥലങ്ങളിൽ ബാറ്ററി വയ്ക്കാതിരിക്കുക. അതുപോലെ തന്നെ ചൂട് ഏൽക്കുന്ന സ്ഥലങ്ങളിൽ, അപ്പോൾ അടുക്കളയിൽ
ബർണറിൻ്റെ അടുത്തോ മറ്റോ ഒന്നും ഒരിക്കലും കൊണ്ടുവച്ച് നമ്മൾ മൊബൈലിനെ ഉപയോഗിക്കുകയോ ചാർജ് ചെയ്യുകയോ ചെയ്യരുത്. അതുപോലെ അമിതമായി ഗെയിം കളിക്കുക, ഹെവി ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ബാറ്ററി ചൂടാവും. ആ സമയത്ത് ഒരു കാരണവശാലും ഒപ്പം ചാർജ് കൂടെ ചെയ്യരുത്. അതുകൊണ്ടാണ് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ട് സംസാരിക്കരുതെന്ന് പറയുന്നത്. കാരണം ചാർജ് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പ്രോസസ്സർ വർക്ക് ചെയ്യുകയാണ്, അപ്പോൾ അത് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ചാർജ് ചെയ്യുമ്പോഴും ബാറ്ററി ചൂടാകും. അപ്പോൾ ഈ രണ്ട് ചൂടും കൂടെ ചേർന്ന് ബാറ്ററിയെ വല്ലാതെ ചൂട് പിടിപ്പിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള തെർമൽ റണ്ണവേക്ക് കാരണമാവുകയും ചെയ്യും. ഈ ലിഥിയം ബാറ്ററികളിൽ മിക്കവാറും എല്ലാത്തിൽ തന്നെ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റവും അനുബന്ധ സർക്യൂട്ടുകളും ഉണ്ട്. അത് ബാറ്ററിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ വളരെ വില കുറഞ്ഞ ബാറ്ററികളിൽ ഈ ശരിയായ സുരക്ഷാ സർക്യൂട്ടുകളോ ഗുണമേന്മയുള്ള ഭാഗങ്ങളോ ഉണ്ടാകില്ല. ഇവയിൽ തെർമൽ റണ്ണവേ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും അംഗീകൃത ഡീലർമാരിൽ നിന്ന് മാത്രം ബാറ്ററികൾ വാങ്ങുക. മറ്റൊന്ന്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഷോർട്ട് സർക്യൂട്ട് വഴിയും ബാറ്ററി തീപിടിക്കാം. അതിൻ്റെ ടെർമിനലുകൾ തമ്മിൽ ഏതെങ്കിലും കാരണത്താൽ കോൺടാക്റ്റ് ആയി കഴിഞ്ഞാൽ അത് എക്സ്റ്റേണൽ ഷോർട്ട് സർക്യൂട്ടാണ്. അതുവഴിയും ബാറ്ററി തീപിടിക്കാൻ സാധ്യതയുണ്ട്. കാലക്രമേണ ബാറ്ററിയുടെ ഉൾഭാഗത്തുള്ള രാസവസ്തുക്കൾ നശിക്കുകയും ബാറ്ററികൾ വീർത്ത് വരികയും ചെയ്യും. നിങ്ങളുടെ ഫോണിൻ്റെ പിൻഭാഗം വീർത്ത് തോന്നുകയാണെങ്കിൽ ഒരു കാരണവശാലും അത് ഉപയോഗിക്കുകയോ ചാർജ് ചെയ്യാനോ ശ്രമിക്കരുത്. അത് സർവീസ് സെൻ്ററിൽ കാണിക്കുകയോ സുരക്ഷിതമായി മാറ്റിവെക്കുകയോ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, ലിഥിയം അയോൺ ബാറ്ററികൾ സുരക്ഷിതം അല്ലേ എന്നുള്ളത്. അതിൻ്റെ ഉത്തരം ഇതാണ്: ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ബാറ്ററികൾ വളരെ വളരെ സുരക്ഷിതമാണ്. പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്നത് തെറ്റായ ഉപയോഗം കൊണ്ടാണ്. ചില മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ കഴിയും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ലിഥിയം അയോൺ ബാറ്ററികളെ ശരിയായ രീതിയിൽ ചാർജ് ചെയ്യുക. എപ്പോഴും ഉപകരണത്തിൻ്റെ കൂടെ ലഭിച്ച ഒറിജിനൽ ചാർജറുകൾ, OEM ചാർജറുകൾ മാത്രം ഉപയോഗിക്കുക. അവയ്ക്ക് ഗുണനിലവാരം വളരെ കൂടുതലായിരിക്കും. രാത്രി മുഴുവൻ മൊബൈലിനെ ചാർജ് ചെയ്ത് ഒഴിവാക്കുക. ഇനി അഥവാ ചാർജ് ചെയ്യുന്നെങ്കിൽ പോലും അത് നിങ്ങൾ തീ പിടിക്കാത്ത ഏതെങ്കിലും മേശപ്പുറത്തോ തടി കൊണ്ടുള്ള മേശപ്പുറത്തോ മറ്റോ വയ്ക്കുക. അതിൻ്റെ മേളിൽ തുണി, പേപ്പർ ഇവയൊന്നും ഇടാൻ പാടില്ല. കാരണം ഉണ്ടാകുന്ന ചൂട് ഡിസിപ്പേറ്റ് പോകത്തക്ക രീതിയിൽ വേണം നമ്മൾ മൊബൈലിനെ ചാർജ് ചെയ്യാൻ. നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു, ബാറ്ററിയുടെ ഏറ്റവും വലിയ ശത്രു ചൂടാണ്. പിന്നെ ബാറ്ററിയെ കുത്തിക്കീറാനോ പൊട്ടിക്കാനോ ഒടിക്കാനോ ഒന്നും ശ്രമിക്കരുത്. കാരണം അത് പൊട്ടിത്തെറിക്ക് കാരണമാകും. ഇത് വലിച്ചെറിയാനും പാടില്ല. കാരണം എവിടെയാണോ വലിച്ചെറിയുന്നത് അവിടെ കിടന്ന് ചിലപ്പോൾ ഇത് തീ പിടിച്ച് കഴിഞ്ഞാൽ വലിയ അഗ്നിബാധയ്ക്ക് അത് കാരണമാകാം. ഈ മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അസാധാരണമായ ചൂടോ അല്ലെങ്കിൽ സ്മെല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, രൂപമാറ്റമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഉപയോഗം നിർത്തിവെച്ച് നമ്മൾ സർവീസ് സെൻ്ററിൽ കൊണ്ടു കൊടുക്കുക. ലിഥിയം അയോൺ ബാറ്ററികളെല്ലാം തന്നെ പ്രത്യേകം സംസ്കരിക്കേണ്ടതാണ്. സാധാരണ വേസ്റ്റ് ബിന്നിൽ ഇത് കൊണ്ട് ഇടരുത്. അത് അടുത്തുള്ള ഇലക്ട്രോണിക് മാലിന്യ ശേഖരണ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ റീസൈക്ലിംഗ് സെൻ്ററുകളിലോ ഏൽപ്പിക്കുന്നതാണ് അഭികാമ്യം. ദൗർഭാഗ്യവശാൽ ലിഥിയം അയോൺ ബാറ്ററികൾക്ക് തീ പിടിച്ചാൽ എന്തു ചെയ്യണം? ഒന്നാമതായി സുരക്ഷിതമായ ദൂരഭാഗത്തേക്ക് മാറി നിൽക്കുക. കാരണം തീ പടർന്നു പിടിക്കാനും പൊട്ടിത്തെറിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിക്കുക. ലിഥിയം ബാറ്ററി ഉണ്ടാക്കുന്ന തീ കൈകാര്യം ചെയ്യാൻ പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമാണ്. ചെറിയ തീപിടുത്തം വല്ലതും ആണെങ്കിൽ മണലോ മണ്ണോ വാരിയിട്ട് തീ കെടുത്താൻ ശ്രമിക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ടുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ചും തീ അണയ്ക്കാൻ ശ്രമിക്കാം. ചുരുക്കത്തിൽ, ലിഥിയം അയോൺ ബാറ്ററികൾക്ക് ചില അപകട സാധ്യതകളുണ്ടെങ്കിലും ശരിയായ ഉപയോഗവും ശ്രദ്ധയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഈ അപകടങ്ങളെ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ലിഥിയം ബാറ്ററി ഉപകരണങ്ങൾ സുരക്ഷിതമായി ഉപയോഗിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. കഴിയുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുക. കാരണം അറിവ് ഏറ്റവും വലിയ സുരക്ഷയും കൂടിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി പിന്നീട് ഒരിക്കൽ കാണാം. അതുവരെ വളരെ നന്ദി, നമസ്കാരം.